ലക്ഷ്മണന്റെ ലക്ഷ്യം. ആ പള്ളിക്കൂടത്തിലെ 9ാം ക്ലാസ് അധ്യാപകൻ സോമൻ വ്യത്യസ്ത സ്വഭാവക്കാരനായിരുന്നു. വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസം നേടണമെന്നുള്ള ലക്ഷ്യത്തിൽ താൽപര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമല്ലാതെ വിദ്യാർത്ഥികളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനായുള്ള പുതുമയാർന്ന ചില മത്സരങ്ങളും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ടായിരുന്നു. തലക്കെട്ട് കൊടുത്ത് വാദപ്രതിവാദവും നടത്താറുണ്ടായിരുന്നു. വ്യത്യസ്തമായ തലക്കെട്ടിൽ ലേഖനങ്ങൾ എഴുതാൻ കുട്ടികളെ പ്രചോദിപ്പിക്കും. ചില ചോദ്യോത്തര പരിപാടികൾക്കും ഏർപ്പാട് ചെയ്യും. അന്ന് അദ്ദേഹം അടുത്ത ദിവസം താൻ നടത്താൻ പോകുന്ന മത്സരത്തെപ്പറ്റി വിദ്യാർത്ഥികളെ അറിയിച്ചു. വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരോടും ഞാനൊരു ചോദ്യം ചോദിക്കും. ആര് ശരി ഉത്തരം പറയുന്നോ അവർക്കൊരു മനോഹരമായ സമ്മാനം ലഭിക്കും. ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് നാളെ ക്ലാസ്സിൽ വരുമ്പോഴേ അറിയൂ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അടുത്ത ദിവസം എന്ത് ചോദ്യമാണാവോ ചോദിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പേടി ഉള്ളിൽ തോന്നിത്തുടങ്ങി. വിദ്യാർത്ഥികളെ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കുമല്ലോ അല്ലേ? എന്റെ ചോദ്യം വളരെ എളുപ്പമുള്ളതാ, പക്ഷെ അതിനുള്ള ഉത്തരമാണ് വളരെ പ്രധാനപ്പെട്ടത്. ശരി, ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിലും തീർച്ചയായും നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലും ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. വലിയ ആളാകണം, അന്തസ്സോടെ ജീവിക്കണമെന്നൊക്കെ. നിങ്ങളുടെ ലക്ഷ്യമായി നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതാണിന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. ഇതിന്റെ ഉത്തരം ഓരോരുത്തരായി ഇപ്പൊ പറയണം. വിദ്യാർത്ഥികൾ സന്തോഷപൂർവ്വം ഉത്തരം പറയാൻ ആരംഭിച്ചു. എനിക്കൊരു എഞ്ചിനീയർ ആകാനാ ഇഷ്ടം. കാരണം എന്റെ ചേട്ടന് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു സാർ. സാർ, എനിക്കൊരു ഡോക്ടർ ആകണമെന്നുണ്ട്. എന്നിട്ട് ജനങ്ങളെ ശുശ്രൂഷിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സൗജന്യമായി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു സാർ. എനിക്കൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാൻ ആഗ്രഹം. കാരണം ഭാവിയിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. സാർ, ഞാൻ എന്താ ആവേണ്ടതെന്ന് എന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കണം സാർ. അവരുടെ സമ്മതത്തോടെ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ സാർ. സാർ, ഞാൻ നന്നായി പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താന്ന് വെച്ചാ അതാണ് സുരക്ഷിതം. വലിയ ശല്യവും ഉണ്ടാവില്ല. എന്റെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ശമ്പളം കുറവാണെങ്കിലും സർക്കാർ ഉദ്യോഗം നല്ലതെന്ന്. എനിക്കൊരു സിനിമാ നടനോ സംവിധായകനോ ആകാനാണ് ഇഷ്ടം സാർ. കാരണം സിനിമയിൽ ഇഷ്ടം പോലെ കാശ് കിട്ടും സാർ. എനിക്ക് ഒരു അധ്യാപകനാകണമെന്നുണ്ട് സാർ. എന്നിട്ട് സാറിനെ പോലെ പല മത്സരങ്ങളും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഓരോരുത്തരുടെയും ഊഴത്തിന് ശേഷം ലക്ഷ്മണന്റെ ഊഴം വന്നു. അവൻ എന്തോ ആലോചനയിലായിരുന്നു. എന്താ ലക്ഷ്മണ, നിനക്ക് സ്വപ്നങ്ങളൊന്നുമില്ലേ? അതോ തോന്നുന്നില്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്നല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. സാർ, എന്റെ മനസ്സിലുള്ളത് പറയട്ടെ. സാർ അതിനെ അനുവദിക്കോ? ആ, തീർച്ചയായും അനുവദിക്കും. നിന്റെ മനസ്സിലുള്ളത് എന്തായാലും ധൈര്യമായിട്ട് പറയാം. തുറന്നു പറയൂ. സാർ, എന്റെ ഉപരിപഠനത്തിൽ ഞാൻ ഏത് കോഴ്സ് പഠിച്ച് എന്ത് ജോലിക്ക് പോകും, ഭാവിയിൽ ആരാവും എന്നൊന്നും എനിക്ക് യാതൊരു സ്വപ്നവുമില്ല സാർ. എന്നാലും എന്ത് കോഴ്സ് പഠിച്ചാലും എന്ത് ജോലിക്ക് പോയാലും അവിടെ സത്യസന്ധമായി പെരുമാറണമെന്നുണ്ട് സാർ. പഠിക്കുന്ന സമയത്ത് അച്ചടക്കമുള്ള നല്ല വിദ്യാർത്ഥി എന്ന പേര് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു സാർ. യാതൊരുവിധ ദുശീലങ്ങൾക്കും അടിമയാവാത്ത ഒരു നല്ല വിദ്യാർത്ഥി ആയിരിക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലായിരുന്നാലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സാർ എന്റെ ഒരേ ഒരു സ്വപ്നം. അല്ലല്ല, ലക്ഷ്യമായി സ്വീകരിച്ചിരിക്കുകയാണ് സാർ. മറ്റു വിദ്യാർത്ഥികൾ അവൻ പറഞ്ഞത് അതിശയത്തോടെ കേട്ടുകൊണ്ടിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ വിവരത്തോടെയുള്ള അവന്റെ സംസാര രീതി ശ്രദ്ധിച്ച അധ്യാപകൻ ഒന്നും പറയാതെ അത്ഭുത പരതന്ത്രനായി നിന്നു. പിന്നീട്, വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം എന്നോട് പങ്കിടുകയുണ്ടായി. എന്നാൽ ആരും ലക്ഷ്മണനെ പോലെ ചിന്തിച്ചതേയില്ല. നമ്മൾ പള്ളിക്കൂടത്തിൽ വരുന്നതും പഠിക്കുന്നതും നല്ല ശീലങ്ങൾ പഠിക്കുന്നതും അച്ചടക്കമുള്ള മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയാ. നമ്മുടെ വിദ്യാഭ്യാസം അതിന് പ്രയോജനപ്പെടണം. നാം ഇന്ന് മനുഷ്യരായി ഇരിക്കുന്നു എന്നല്ലാതെ ജീവിക്കുന്നതേയില്ല. അങ്ങനെയല്ലാതെ ലക്ഷ്മണൻ പറഞ്ഞ ലക്ഷ്യത്തോടെ നാം ജീവിക്കുവാൻ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി സമൂഹത്തെ ഒരു നല്ല സമൂഹമായി കെട്ടിപ്പടുക്കാനാവും. ഈ വിശ്വാസം വളർത്തിയെടുത്ത് നിങ്ങളോടൊപ്പം എന്നെയും ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ലക്ഷ്മണന് മഹാത്മാഗാന്ധി എഴുതിയ സത്യശോധന എന്ന പുസ്തകം സമ്മാനമായി നൽകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നു പറഞ്ഞ് ആ പുസ്തകം അവന് പാരിതോഷികമായി നൽകി. അധ്യാപകൻ പറഞ്ഞതിനോട് അനുകൂലിച്ച് മറ്റു വിദ്യാർത്ഥികൾ ലക്ഷ്മണനെ കരഘോഷത്തോടെ പ്രോത്സാഹിപ്പിച്ചു. അത് ഭാവിയിലെ പുതിയ സമൂഹത്തിന്റെ മാറ്റൊലിയായി അധ്യാപകന് തോന്നി.